ഗാർഹിക പാചകവാതക സിലിണ്ടർ വില 50 രൂപ കൂട്ടി. ഉയർന്ന വില നാളെ മുതൽ പ്രാബല്യത്തിലാകും. ഉജ്ജ്വല, നോൺ ഉജ്ജ്വല കണക്ഷനുകൾക്കും വില വർധന ബാധകമാണ്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വീതമാണ് എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയത്. വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, ഇത് ഉപഭോക്താക്കളെ ബാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാകും ഈ നിരക്ക് വർധന പ്രാബല്യത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുക? രേണുക, പാചകവാതകം സിലിണ്ടറിന് LPG സിലിണ്ടറിന് 50 രൂപ വീതമാണ് കൂട്ടിയത്. അത് നാളെ മുതൽ തന്നെ പ്രാബല്യത്തിൽ വരും. പെട്രോളിനും ഡീസലിനും 2 രൂപ വീതമാണ് എക്സൈസ് നികുതി വർദ്ധിപ്പിച്ചത്. ആ തീരുമാനമുണ്ടെങ്കിലും അതിന്റെ വിൽപ്പന വിലയിൽ അല്ലെങ്കിൽ സാധാരണ ആളുകൾ വാങ്ങുന്ന വിലയിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാവില്ല എന്നൊരു അറിയിപ്പാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം നൽകിയത്. എന്നാൽ ഈ അറിയിപ്പിന് പിന്നിൽ വലിയൊരു കൗതുകം കൂടിയുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ചതി കൂടിയുണ്ട് എന്നത് പറയേണ്ടി വരും. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വല്ലാതെ താഴ്ന്നിരുന്നു. ഒരു ബാരലിന് $60 വരെയും $64 വരെയും ഒക്കെ എത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം പോരിനെ തുടർന്നാണ് അന്താരാഷ്ട്ര തലത്തിലടക്കം ക്രൂഡ് ഓയിലിന്റെ വിലയിലെ വലിയ ഇടിവുണ്ടായത്. സ്വാഭാവികമായും അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇടിവുണ്ടാകുമ്പോൾ, താഴ്ച ഉണ്ടാകുമ്പോൾ അതിനാനുപാതികമായി ഇവിടുത്തെ വിൽപ്പന വിലയിലും കുറവുണ്ടാവേണ്ടതാണ്. പക്ഷേ ആ കുറവ് നമുക്ക് ലഭിക്കില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ലഭിക്കില്ല എന്നതാണ് ഈ എക്സൈസ് തീരുവ 2 രൂപ കൂട്ടിയതിലൂടെ ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിശദീകരണം വരുന്നത്. 2 രൂപ എക്സൈസ് തീരുവ കൂട്ടിയെങ്കിലും അതിന്റെ വിലവർദ്ധനവ് ജനങ്ങളിലെ അടിച്ചേൽപ്പിക്കില്ല എന്ന് പെട്രോളിയം കമ്പനികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ആ വിലയിലെ ഉണ്ടാവേണ്ട കുറവ്, അല്ലെങ്കിൽ പെട്രോളും ഡീസലും വാങ്ങുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന കുറവാണ് 2 രൂപ, ലിറ്ററിന് 2 രൂപ വീതം അധിക എക്സൈസ് ഡ്യൂട്ടി ഈടാക്കുക വഴി ഉപഭോക്താവിൽ നിന്ന് കേന്ദ്ര സർക്കാർ തട്ടിയെടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തരത്തിൽ അന്താരാഷ്ട്ര തലത്തിലെ വിപണിയിൽ ഉണ്ടാകുന്ന വലിയ വിലക്കുറവിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതിന് പകരമായിട്ട് അവിടെ വില കുറഞ്ഞപ്പോൾ അതിന് ആനുപാതികമായി ലിറ്ററിന് 2 രൂപ വീതം എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ തീരുമാനം വന്നതോടുകൂടി ഇതുവരെ എങ്ങനെയാണോ, ഏത് വിലക്കാണോ എണ്ണ കമ്പനികൾ നമുക്ക് പെട്രോളും ഡീസലും ഓരോ സംസ്ഥാനത്തെയും നൽകിയിരുന്നത്, ഏകദേശം ആ വിലയ്ക്ക് തന്നെയാവും വരുന്ന ദിവസങ്ങളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും വില എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി, ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.